ജോലി കണ്ടോ വേഷം കണ്ടോ ആരെയും വിലയിരുത്തരുത് എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ബംഗളൂരുവിൽ നടന്ന ഈ സംഭവം. ജോലിക്ക് സമയത്തെത്താനാവുമോ എന്ന ആശങ്കയുമായാണ് ബംഗളൂരുവിലെ പ്രൊഫഷണലായ നികിത അയ്യർ ഓട്ടോയ്ക്ക് കൈ കാണിച്ചത്. ഓട്ടോ അടുത്തേക്ക് വന്ന് നിർത്തിയതോടെ നികിതയുടെ ആശയക്കുഴപ്പം കൂടി. മുടിയും താടിയും നരച്ച ഒരു അപ്പൂപ്പനായിരുന്നു ഓട്ടോ ഓടിച്ചിരുന്നത് എന്നതായിരുന്നു കാരണം. ഈ ഓട്ടോയിൽ പോയാൽ സമയത്തെത്തുമോ എന്ന് ശങ്കിച്ചു നിൽക്കവേ 74-കാരനായ ഓട്ടോ ഡ്രൈവർ മനോഹരമായ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. സാധാരണക്കാരനെ പോലെ തോന്നിച്ച ഓട്ടോ ഡ്രൈവറുടെ അസാധാരണമായ ഇംഗ്ലീഷ് പ്രാവീണ്യമാണ് നികിതയെ അത്ഭുതപ്പെടുത്തിയത്. നികിതയുടെ ഓരോ ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകാൻ പട്ടാഭിരാമൻ എന്ന ഡ്രൈവർ തയ്യാറായതോടെ 45 മിനിറ്റ് നീണ്ട യാത്രയിൽ ഒരു അപൂർവ ജീവിത കഥയാണ് അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നത്. തന്റെ ജീവിതത്തിലെ ആ വിസ്മരണീയ അനുഭവം നികിത ലിങ്ക്ഡിൻ പോസ്റ്റായാണ് പങ്കുവച്ചത്. MA-യും M.Ed.ഉം കഴിഞ്ഞ് മുംബൈയിലെ ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായാണ് പട്ടാഭിരാമൻ കരിയർ തുടങ്ങിയത്. കർണാടകയിൽ ജോലി ലഭിക്കാതെ വന്നതോടെ ജോലി തേടി മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നു. കർണാടകയിലെ കോളേജുകളിലും മറ്റും ജോലി തേടി പോയപ്പോഴൊക്കെ നിങ്ങളുടെ ജാതി എന്തെന്നായിരുന്നു ചോദിച്ചിരുന്നത്. പേര് പട്ടാഭിരാമൻ എന്നാണെന്ന് മറുപടി നൽകിയതോടെ തങ്ങൾ അറിയിക്കാമെന്ന പതിവ് മറുപടിയാണ് എല്ലാവരും നൽകിയത്. കർണാടകയിലെ കോളേജുകൾ നിരാശപ്പെടുത്തിയതോടെ മുംബൈയിലെ പ്രശസ്തമായ ഒരു കോളേജിൽ അദ്ദേഹം ജോലിക്ക് ശ്രമിക്കുകയും തെരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു. 60-ാം വയസ്സിൽ വിരമിക്കുന്നതുവരെ 20 വർഷം അദ്ദേഹം അവിടെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് അദ്ദേഹം ബംഗളൂരുവിലേക്ക് തിരിച്ചെത്തിയത്. സ്വകാര്യ കോളേജുകളിൽ അധ്യാപകർക്ക് പരമാവധി 15,000 രൂപ വരെയാണ് അന്ന് ലഭിച്ചിരുന്നത്. സ്വകാര്യ കോളേജ് ആയതിനാൽ പെൻഷനുമില്ല. ഒരു ദിവസം ഓട്ടോ ഓടിച്ചാൽ 700 മുതൽ 1,500 രൂപ വരെ കിട്ടും. എനിക്കും എന്റെ ഗേൾഫ്രണ്ടിനും കഴിയാൻ ഇത് ധാരാളമെന്നാണ് പട്ടാഭിരാമൻ പറഞ്ഞത്. ഗേൾഫ്രണ്ട് പരാമർശം കേട്ട് ചിരിച്ച നികിതയോട് എന്തുകൊണ്ടാണ് ഭാര്യയെ ഗേൾഫ്രണ്ട് എന്ന് വിളിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഭാര്യ എന്ന് വിളിക്കുന്ന നിമിഷം മുതൽ തന്നെ അവൾ അടിമകളാണെന്ന ബോധമാണ് പലർക്കും ഉണ്ടാവുന്നത്. നിങ്ങളെക്കാൾ ഒന്നിനും താഴെയല്ല നിങ്ങളുടെ ജീവിത പങ്കാളി. പലപ്പോഴും അവർ നിങ്ങളെക്കാൾ മുകളിലുമാണ്. ഗേൾഫ്രണ്ട് വിളിയുടെ കാരണം പട്ടാഭിരാമൻ വ്യക്തമാക്കുന്നു. ഈ ദമ്പതികൾക്ക് ഒരു മകനാണുള്ളത്. വാടക നൽകാൻ മാതാപിതാക്കളെ സഹായിക്കാറുണ്ടെങ്കിലും മകനും കുടുംബവും വേറെയാണ് താമസം. ഞങ്ങൾ മക്കളുടെ സംരക്ഷണയിലല്ല കഴിയുന്നത്. അവർ അവരുടെ ജീവിതവും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതവും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നായിരുന്നു പട്ടാഭിരാമന്റെ വാക്കുകളെന്നും നികിത എഴുതുന്നു. ജീവിതത്തെക്കുറിച്ച് ഒരു പരാതിയില്ല, ഒന്നിലും പശ്ചാത്താപമില്ല. ഇത്തരം ഒളിഞ്ഞിരിക്കുന്ന നായകരിൽ നിന്നും നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് അവിചാരിതമായി കണ്ടുമുട്ടിയ അത്ഭുത മനുഷ്യനെ പറ്റിയുള്ള കുറിപ്പ് നാം ഇത് അവസാനിപ്പിക്കുന്നത്. സംഭവം കുറച്ച് മുൻപ് നടന്നാണെങ്കിലും അന്ന് ഇത് വലിയ ജനശ്രദ്ധ നേടിയിരുന്നു.